നമുക്ക് പ്രളയം ഉണ്ടായ കാലഘട്ടത്തിൽ നമ്മൾ നരേന്ദ്രമോദി ഇവിടെ കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ആളുകൾ പറയുന്നത് നല്ല കാര്യം തന്നെ, അതുകൊണ്ട് മാത്രം നമ്മുടെ വിജയം ഉണ്ടായിക്കൊള്ളുന്നില്ല. കേരളത്തിലേക്ക് വരും മുമ്പ് പോകേണ്ട ഒരു സ്ഥലമില്ലേ മണിപ്പൂർ? ആ മണിപ്പൂർ അദ്ദേഹം ഇതുവരെ പോകാത്ത എന്താ? ജനാധിപത്യ വ്യവസ്ഥയിലെ ജാതി മതം രാഷ്ട്രീയം ഒന്നിച്ചു കൂടിക്കഴിഞ്ഞാൽ അത് സമൂഹത്തെ ദൂഷിപ്പിക്കുകയുള്ളൂ. നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒട്ടും വോട്ട് ചോർച്ച ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയോ? ഉറപ്പാണോ? അല്ല, നരേന്ദ്രമോദി സത്യത്തിൽ കേരളത്തിലേക്ക് വരും മുമ്പ് പോകേണ്ട ഒരു സ്ഥലമില്ലേ മണിപ്പൂർ? ആ മണിപ്പൂരിൽ അദ്ദേഹം ഇതുവരെ പോകാത്ത എന്താ? അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം അതാണ്. ഇപ്പം നമുക്ക് പ്രളയം ഉണ്ടായ കാലഘട്ടത്തിൽ നമ്മൾ നരേന്ദ്രമോദി ഇവിടെ കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ കണ്ടിട്ടുണ്ട്. മണിപ്പൂരിലെ ജനങ്ങൾ ഇത്രയും വലിയ കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് മണിപ്പൂരിലെ ജനങ്ങൾ ചിന്തിക്കുന്നൊരു കാര്യം എന്താണ്? ഞങ്ങളുടെ പ്രധാനമന്ത്രി അങ്ങോട്ടൊന്നും വരാത്തതെന്നാണ്. അപ്പോൾ പ്രധാനമന്ത്രി പോകുന്നതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം പോകാതിരിക്കുന്നതും ചില രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയമൊക്കെ ഉണ്ടാവാം, പക്ഷെ എല്ലാ ജനങ്ങളുടെയും താല്പര്യം കൂടി സംരക്ഷിക്കുന്ന ഒരാളാകുമ്പോഴാണ് അങ്ങനെയുള്ള ആളുകളെ എവിടെ സന്ദർശിക്കുമ്പോഴും ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി ഇവിടെ വരുന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനവും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിൽ നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് വോട്ടിനെ എങ്ങനെ ബാധിക്കുന്നുള്ളത് നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം സുനിലേട്ടൻ്റെ ഒരു FB പോസ്റ്റ് വായിക്കുകയുണ്ടായി. മനുഷ്യരാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടാവാം, ഹിന്ദുക്കൾ ഉണ്ടാവാം, ക്രിസ്ത്യൻസ് ഉണ്ടാവാം. തൃശ്ശൂരിൻ്റെ മണ്ണ് ഞാൻ ഒരു വർഗീയവാദികൾക്കും കൊടുക്കില്ല എന്ന് സുനിലേട്ടൻ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ രാഷ്ട്രീയത്തിൽ നമുക്ക് സാമുദായിക സമവാക്യങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യമില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഭരണഘടന തന്നെ രാഷ്ട്രീയവും സാമുദായികമായിട്ടുള്ള ബന്ധങ്ങളും വേർതിരിച്ച് നിർത്താൻ വലിയ ശക്തമായ രീതിയിൽ നിലപാടെടുത്തിട്ടുള്ളതാണ് ഈ ഭരണഘടന തന്നെ. അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിലെ ജാതി മതം രാഷ്ട്രീയം ഒന്നിച്ചു കൂടിക്കഴിഞ്ഞാൽ അത് സമൂഹത്തെ ദൂഷിപ്പിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നമ്മളെപ്പോലുള്ള ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മതം ജാതി പോലെയുള്ളൊക്കെ ഒരു വസ്തുതകളും യാഥാർത്ഥ്യങ്ങളൊക്കെ ആണെങ്കിലും രാഷ്ട്രീയത്തിൽ അതനുസരിച്ചുള്ള കൂട്ടിക്കുഴച്ചിൽ നടത്തിയാൽ നമ്മുടെ നല്ല രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയല്ല, എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ആയിട്ട് വന്ന കാര്യമാണ്. ഞാൻ അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. ഒരുപാട് പേര് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാതി മതം എന്നപ്പോൾ നമ്മളിവിടെ എത്ര ക്രിസ്ത്യൻ വോട്ടർമാരുണ്ട്, എത്ര മുസ്ലിം വോട്ടർമാരുണ്ട്, എത്ര ഹിന്ദു വോട്ടർമാരുണ്ട്, ഹിന്ദുക്കളിൽ തന്നെ എത്ര നായർമാരായിട്ടുള്ള വോട്ടർമാരുണ്ട്, എത്ര ഈഴവരായിട്ടുള്ള വോട്ടർമാരുണ്ട്, എത്ര പട്ടികജാതിക്കാരുണ്ട്, ഈ മുസ്ലിങ്ങളിൽ തന്നെ എത്ര സുന്നികളുണ്ട്, എത്ര മുജാഹിദുകളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ എത്രയുണ്ട്, ഇപ്പുറത്ത് ഓർത്തഡോക്സ് എത്രയുണ്ട്, അല്ലെങ്കിൽ കത്തലിക്സ് എത്രയുണ്ട്, പിന്നെ അങ്ങനെയുള്ള പിന്നെ ലത്തീൻ കത്തോലിക്കർ എത്രയുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിക്കുന്നതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജനങ്ങളെ നമ്മൾ ഓരോ കമ്പാർട്ട്മെൻറ്റുകളാക്കി തിരിക്കാൻ നമുക്ക് അധികാരമൊന്നുമില്ല. അത് അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്. ഈ രാഷ്ട്രീയത്തിലുള്ള വിശ്വാസവും മതവും തമ്മിൽ എപ്പോഴും ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. അത് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇത് ജാതീയമായും മതപരമായും രാഷ്ട്രീയത്തെ ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രവണത. ആ പ്രവണതയിലേക്ക് നമ്മുടെ കേരളത്തെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ചില ആളുകളും നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും ഈ രീതിയിൽ നമ്മൾ മതപരമായ രീതിയിലും ജാതീയമായ രീതിയിലും ആളുകളെ വേർതിരിച്ച് കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ചിട്ടപ്പെടുത്തിയെടുത്ത് വേറെ രീതിയിലൊരു ജനാധിപത്യത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന എല്ലാ മതസ്ഥരായിട്ടുള്ള ആൾക്കാരെയും നമ്മൾ ഒരുപോലെ കാണണം, അവരെല്ലാവരും ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മളവർ വിശ്വസിക്കണം. ഇപ്പോൾ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ചും പിന്നെ പരസ്പരം ആശ്രയിച്ചും ജീവിക്കുന്ന ആൾക്കാരാണ്. അത് രാഷ്ട്രീയത്തിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ആളുകൾ വേർതിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെവിടെയൊന്നും എത്തുക, ജനാധിപത്യത്തിന് അതിന് വലിയ അപകടത്തിലേക്ക് എത്തും.
അപ്പോൾ അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാം ജാതി മതം അനുസരിച്ച് അവർ പങ്കുവെക്കുന്ന രീതിയിലേക്ക് വന്നതിൻ്റെ അപകടം വളരെ വലുതാണ്. അപ്പോൾ അത് ജനാധിപത്യത്തിൽ ഒരിക്കലും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. ജനാധിപത്യത്തിൽ കാര്യങ്ങൾ തെറ്റുകൾ ചോദ്യം ചെയ്യാനും ശരികളെ ഉയർത്തിപ്പിടിക്കാനും കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാവണം. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ അഭിപ്രായപ്പെട്ടത്. അതിൻ്റെ ഉറച്ച അഭിപ്രായമാണ് അതിൽ. തീർച്ചയായിട്ടും അത് വളരെ ആൾക്കാർ ഷെയർ ചെയ്തു പോകുന്നൊരു പോസ്റ്റാണ്. ഞാൻ അതിനോട് കണക്ട് ചെയ്ത് പറയാണ്. എറണാകുളത്ത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഉദാഹരണത്തിന് എറണാകുളത്ത് എപ്പോഴും ഒരു ലത്തീൻ സ്ഥാനാർത്ഥിയാണ് അല്ലേ UDF നിർത്താറുള്ളത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും LDFും അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്, രാജാജി ക്രിസ്ത്യൻ വോട്ടുകൾ കുറേ നേടിയിട്ടുണ്ടെന്ന്. ഞാൻ ഇതല്ല പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഇലക്ഷൻ നടക്കുമ്പോൾ 3 പേരും ക്രിസ്ത്യൻ നാമധാരികളല്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കില്ലേ? നിങ്ങൾ ഏത് നാമധാരിയാണ്? ഇങ്ങനെയൊക്കെ നമ്മളെ അങ്ങനെ കാണരുത്. ഞാൻ തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിച്ച ഒരാളാണ്. അവിടെ ജാതി സമവാക്യം അനുസരിച്ചാണെങ്കിൽ അവിടെ എനിക്ക് ജയിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പല സ്ഥലങ്ങളിലും അവിടെ നിൽക്കുന്ന ആളുകളുടെ ജാതി അന്വേഷിച്ച് പോയാൽ പല പ്രയാസങ്ങളുണ്ടാവും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മതം ഏതാണ്, ഇപ്പോൾ എറണാകുളത്ത് നിന്ന് സ്ഥാനാർത്ഥിയുടെ മതം ഏതാണെന്നൊക്കെ നമ്മളെന്തിനാ അന്വേഷിക്കുന്നത്? എന്തിനാണ്? തീർച്ചയായിട്ടും അതാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അല്ല, അങ്ങനെ പറഞ്ഞ് അവരെത്തിക്കുന്നത് എന്തിനാണ്? ജനങ്ങൾ അങ്ങനെ മതപരമായും ജാതീയമായിട്ട് നമ്മൾ അങ്ങനെ വേർതിരിപ്പിക്കാൻ നോക്കരുത്. അപ്പോൾ രാജാജി മാത്യു തോമസ് ഈ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായിട്ട് നിർത്തിയിട്ടുള്ള ആളാണ്. അല്ലാതെ ഇപ്പം ഞങ്ങളിവിടെ നിർത്തിയിട്ടുള്ളതൊക്കെ ജാതി മതം മാത്രം നോക്കിയിട്ടാണ്. VV രാഘവൻ നിന്നിട്ട് തോറ്റിട്ടുണ്ട് ഇവിടെ. പക്ഷെ വീരാൻ ജയിച്ചിട്ടില്ല. ഇവിടെ മത്സരിച്ചിട്ടുള്ള ആള് കരുണാകരനെ തോൽപ്പിച്ച സ്ഥലമാണ് ഇവിടെ. അപ്പം അത് ജാതി സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ? ആണോ? എത്രയാനും ഉദാഹരണങ്ങളുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് ജയിക്കുമ്പോൾ ജാതി സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ? ശശി തരൂർ ജയിക്കുന്ന അങ്ങനെയാണോ? നേരത്തെ ജയിച്ചില്ല അങ്ങനെയാണോ? ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ അങ്ങനെ നമ്മളെ ആളുകളും വ്യക്തികളും എടുക്കുന്ന നിലപാടുകളും അവരുടെ രാഷ്ട്രീയവും അവരുടെ വ്യക്തിത്വവും ഇതൊക്കെ നോക്കിയ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരെ വിളിച്ച് അവരെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിലേക്ക് ആളുകളെ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുന്ന ഒരു രീതിയോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ട് പറഞ്ഞാണ് ഞാനത്. അല്ല, തീർച്ചയായിട്ടും ആ ഒരു സന്ദേശം നമ്മൾ ജനങ്ങളിൽ എത്തിക്കേണ്ട ഒരു ആവശ്യകത ഈ കാലത്തുണ്ട്. ഇനി നമുക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് എല്ലാം മാറി വരാം. സുനിലേട്ടൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഏറ്റവും വേദനിപ്പിച്ച എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇപ്പോൾ നമുക്ക് വ്യക്തിപരമല്ലല്ലോ കാര്യങ്ങളൊന്നും. വ്യക്തിപരമായിട്ട് നമുക്ക് വേദന ഉണ്ടാകുന്ന കാര്യങ്ങളും ഒന്നും അതിൽ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളല്ല. രാഷ്ട്രീയത്തിൽ നമുക്ക് വിഷമമുള്ളതും വിഷമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് രാഷ്ട്രീയത്തിലെ ഒരു കാര്യം. നമുക്കെല്ലാം എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് വ്യക്തിപരമായ വിഷയമായിട്ട് കാണേണ്ട കാര്യമില്ല. വിഷമിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്നൊക്കെ ആലോചിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. വിഷമങ്ങളൊക്കെ ധാരാളം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൊളിറ്റിക്സിലുണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ അത് വ്യക്തിജീവിതത്തിൽ അങ്ങനത്തെ ഭാഗങ്ങളുണ്ടല്ലോ, അതൊന്നും നമുക്ക് ഒരു സംഭവമായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു വിഷയം എനിക്കുണ്ടായിട്ടില്ല ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഓർമ്മകളൊന്നും എനിക്ക് പരസ്യമായിട്ട് പങ്കുവെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഏറ്റവും സന്തോഷം ഉണ്ടായ സന്തോഷം എപ്പോഴും ജനങ്ങൾ നമ്മളെ അംഗീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്. ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സാധാരണക്കാരായ ആളുകൾ, അത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോൾ ആൾക്കാർ രാഷ്ട്രീയക്കാർ അങ്ങനെ പറയുന്നു എന്നൊക്കെ പറയും. സിൻസിയറായിട്ട് പറയുമ്പോൾ നമ്മളൊരാളെ സഹായിക്കുമ്പോൾ അയാളുടെ ഒരു കാര്യം, അയാൾക്കൊരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ വന്നു അയാളെ നമ്മൾ സഹായിച്ചു, അയാളുടെ കാര്യം നടന്നു, അല്ലെങ്കിൽ അയാൾക്കത് അപ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ഒരാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തപ്പോൾ അയാൾക്ക് സന്തോഷം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളും ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല ഏതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. എന്തായാലും ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അത് ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെയും നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൽ ആദ്യമായി വേണ്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സത്യസന്ധതയും അതിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റാണ്.
അല്ലാതെ നമ്മൾ പൊളിറ്റിക്സിൽ നമുക്ക് ഇപ്പോൾ എല്ലാ മേഖലയിലും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. അത് എൻ്റെ രീതിയല്ല, അത് ഞാൻ പ്രതിദാനം ചെയ്യുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ രീതിയാണ്. അപ്പോൾ നമ്മുടെ പ്രസ്ഥാനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം ജലത്തിൽ മത്സ്യം എന്ന പോലെ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ജലത്തിലെങ്ങനെയാണ് മത്സ്യം പ്രവർത്തിക്കുക? മത്സ്യം ജലത്തിലെപ്പോഴും ജലത്തിൽ നിന്ന് പുറത്തേക്ക് പിടിച്ചിട്ടാൽ മത്സ്യം ചത്തുപോകും. മനസ്സിലായില്ലേ ശ്വാസം? അപ്പോൾ അതുപോലെ ജലവും മത്സ്യവും തമ്മിലുള്ള ബന്ധം പോലെയാണ് ജനങ്ങളും ഒരു പൊതുപ്രവർത്തനം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിന് ആ ഒരു ഉദാഹരണത്തെക്കാൾ വലിയ ഉദാഹരണം വേറെ ഇല്ല. തീർച്ചയായിട്ടും. ഒന്നില്ലെങ്കിൽ അല്ല, ജലം ഇല്ലെങ്കിലും ഇപ്പം ഇതിന് നിലനിൽപ്പില്ല. അല്ല, അതിൻ്റെ അർത്ഥം അവരെ അത് ഒരു ജലത്തിൽ മത്സ്യം എന്ന് പറയുന്ന പോലെ അത് അത്ര ഇടപഴകി കഴിയാന്നുള്ളതാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സുനിലേട്ടനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം. അല്ല, അത് ഞാൻ മാത്രമാണ് അങ്ങനെയുള്ള ആളെന്ന് നിങ്ങൾ പറയരുത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പൊതുപ്രവർത്തകരുണ്ട്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. നല്ല പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മൾ അവർക്ക് ഉയർത്തി അവരെയൊക്കെ പറ്റി എല്ലാവരും, ജനാധിപത്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവണം, എല്ലാ അഭിപ്രായങ്ങളും ഉയർന്നു വരണം. അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളാണെങ്കിലും അവർ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഒരു വ്യക്തി മാത്രമല്ല അങ്ങനെയുള്ളത്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരെ പറ്റി പറയുക അവരൊക്കെ കുഴപ്പക്കാരാണ് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. അത് ജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമായിട്ട് ആളുകൾ കാണുന്നുണ്ടെങ്കിലും എൻ്റെയൊക്കെ അനുഭവത്തിൽ ജനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരോട് വളരെ റെസ്പെക്റ്റും വലിയ തോതിൽ അവർക്ക് സ്വീകാര്യത കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ. ഈ വിമർശിക്കുന്ന ആൾക്കാരടക്കം രാഷ്ട്രീയ പ്രവർത്തകരോട് നല്ല നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരാണെങ്കിലും അവരോട് ബഹുമാനവും സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള ജനങ്ങൾ എന്ന് പറയുന്നത്. LDFിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ആരാണ്? ഒരുപാട് ആൾക്കാരുണ്ട് LDFിൽ. അങ്ങനെ നിരവധി നേതാക്കന്മാർ ഉണ്ട്. ഇപ്പോൾ മരിച്ചുപോയ ആൾക്കാരുണ്ട്, ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇപ്പോൾ VS അച്യുതാനന്ദനും പിണറായി വിജയനും, അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി ജീവിച്ചിരിക്കുന്ന നിരവധി നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പോലുള്ള ആളുകളൊക്കെ LDFിൻ്റെ വളരെ കരുത്തരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണ്. മുമ്പ് മരിച്ചു പോയിട്ടുള്ള പല നേതാക്കന്മാരും LDFിൻ്റെ നേതാക്കന്മാരായിരുന്ന വെളിയം ഭാർഗവനും PKV ഒക്കെയുള്ള നേതാക്കന്മാർ, EMS, AKG, ഇങ്ങനെ പല ആളുകളും നമ്മളെ പല രൂപത്തിൽ സ്വാധീനിക്കുന്നവരാണ്. ഈ ദേശീയ നേതാക്കന്മാരെക്കാളും കൂടുതൽ ചിലപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക പ്രാദേശികമായിട്ടുള്ള പല ആളുകളും ഒക്കെ ആയിരിക്കും. നമുക്ക് കൂടുതൽ അവരിലുള്ള ആശയങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരിലായിരിക്കും. അങ്ങനെ നമുക്കൊരു നമ്മളേതെങ്കിലും നേതാവിൻ്റെ കരിസ്മയേക്കാൾ ഉപരിയായിട്ട് അവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയവും അവരുടെ പ്രവർത്തന രീതികളാണ് നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ. അതെല്ലാവരും വ്യത്യസ്ത രീതികളിലുള്ള ആൾ. അപ്പോൾ നമ്മൾ അവരൊക്കെ ഒബ്സർവ് ചെയ്യും, അവരുടെ പ്രവർത്തന രീതികൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് സംശീകരിക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ഒരു കാര്യം മാത്രമേ അതിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളൂ, നമ്മൾ പറയുന്ന കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞ പ്രവൃത്തിയും തമ്മിൽ ബന്ധം ഉണ്ടാവണം. നമ്മൾ ഒരു കാര്യം പറയും, അതിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. അപ്പം അങ്ങനെ പ്രവൃത്തിയും ജീവിതവും അല്ലെങ്കിൽ സംസാരവും അവർ പറയുന്ന കാര്യങ്ങളും തമ്മിൽ കളങ്കരഹിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. അത്തരം എല്ലാ നേതാക്കന്മാരെയും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനിങ്ങനെ പലരോടും സംസാരിക്കുകയുണ്ടായി ബസ്സിൽ, അങ്ങനെ ഇല്ല യാത്രകളിലൊക്കെ. അപ്പോൾ എല്ലാവരും ഒരു ഉത്തരമാണ് എനിക്ക് തന്നത്, സുനിലേട്ടനാണോ? എന്നാൽ പിന്നെ സംശയമില്ല, ഞങ്ങൾ LDFിന് തന്നെയാണ്. അപ്പോൾ ആ ഒരു ആൾക്കാരുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് സുനിലേട്ടൻ നോക്കിക്കാണുന്നത്? അതിന് എനിക്ക് കേൾക്കുമ്പോൾ സന്തോഷമുള്ള കാര്യമാണല്ലോ ആൾക്കാർ പറഞ്ഞെന്ന് പറയുമ്പോൾ. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ ജയിക്കണമെങ്കിൽ നന്നായി വർക്ക് ചെയ്യണം. തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സംഘടനാ സിസ്റ്റം കൂടി തെരഞ്ഞെടുപ്പിൽ നമ്മളെപ്പോഴും ആ സ്ഥാനാർത്ഥിയെ മാത്രമല്ല കാണുക. എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പോകുന്നത് പാവപ്പെട്ട നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാരാണ്. അവരാണ് നമുക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരും കൂടിയാണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഒരു വ്യക്തിയെ മുൻനിർത്തി മാത്രമല്ല, നമുക്ക് വോട്ട് ചോദിക്കാൻ പോകുന്ന അവരുടെയും കൂടി പ്രവർത്തനം കൂടി ചേരുമ്പോഴാണ് അവർ വളരെ ആവേശത്തോടും
ആത്മവിശ്വാസത്തോടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരുടെ വോട്ട് എനിക്ക് ലഭ്യമാക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയ ഉണ്ടല്ലോ, അതും കൂടി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് എല്ലാ സ്ഥാനാർത്ഥിയും ജയിക്കുക. അപ്പോൾ എൻ്റെ വിശ്വാസം ഈ നാട്ടിലെ ജനങ്ങളും ഈ ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള ആളുകളും നന്നായി പ്രവർത്തിച്ച് അമിതമായ ആത്മവിശ്വാസം ഇല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് നല്ല വിജയം ഇവിടെ കരസ്ഥമാക്കാൻ പറ്റും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആളുകൾ പറയുന്നത് നല്ല കാര്യം തന്നെ, അതുകൊണ്ട് മാത്രം നമ്മുടെ വിജയം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉണ്ടാവുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊക്കെ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻ്റർവ്യൂ തനിനിറത്തിന് തന്നെയാണ് കേട്ടോ. ആയിക്കോട്ടെ, നോക്കാം. അപ്പോൾ ഇത്രയും തിരക്കുകൾക്കിടയിൽ ഇപ്പം എനിക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ആൾക്കാർ സുനിലേട്ടനെ കാണാൻ എത്തിയിട്ടുണ്ട്. ഈ തിരക്കുകൾക്കിടയിൽ തനിനിറത്തിന് വേണ്ടി ഇത്രയും സമയം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. സുനിലേട്ടന് എല്ലാവിധ ആശംസകളും. നമസ്കാരം.